വിശുദ്ധ റമസാൻ നോമ്പിന് തുടക്കമായി. മുസ്ലിം മതവിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് സംസ്ഥാനത്ത് റമദാൻ വ്രതം ഇന്ന് തുടക്കമായി. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഒരിടത്തും റമദാൻ മാസപ്പിറവി കാണാതിരുന്നതിനാൽ ശഅബാൻ 30 പൂർത്തിയാക്കിയാണ് ഇന്ന് റമസാനിനെ വരവേറ്റത്. ഇത്തവണ വേനൽ ചൂടിന്റെ കാഠിന്യത്തിനിടയിലും പുണ്യങ്ങളുടെ കുളിരു പെയ്യുന്ന വിശുദ്ധ റമസാൻ മാസത്തിന് തുടക്കമായത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനാദികളും ഭക്ഷണവും ദേഹേച്ഛകളും ത്യജിച്ച് വ്രതാനുഷ്ഠാനവും ഖുർആൻ പാരായണവും രാത്രിയിലെ പ്രത്യേക ആരാധനാകർമ്മമായ തറാവീഹു നമസ്കാരവും ദാനധർമ്മങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാകും. വിശ്വാസികൾക്ക് ഇനിയൊരു മാസക്കാലം അനുഗ്രഹത്തിന്റെ പകലിരവുകളാണ്. ക്ഷമയുടെയും സഹനത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും മാസം കൂടിയാണ് ഈ വ്രതനാളുകൾ. 11 മാസത്തെ ജീവിതത്തിലൂടെ ശരീരത്തിനും ആത്മാവിനും വന്നിട്ടുള്ള അഴുക്കുകൾ ശുദ്ധീകരിക്കാൻ കൂടിയുള്ളതാണ് റമദാൻ. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസവുമാണ് റമദാൻ. അതിനാൽ വിശ്വാസികൾ ഖുർആൻ പാരായണത്തിന് കൂടുതൽ സമയം ഈ മാസം ചെലവഴിക്കുക. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും വിശ്വാസികൾ വർജിക്കും. നന്മകൾ വാരിക്കൂട്ടാൻ അനുകൂലമായ മാസമാണ് റമസാൻ. ചരിത്രപ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നതും റമസാനിലാണെന്ന പ്രത്യേകതയും ഉണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ മക്ക വിജയം നടന്നതും ഇതുപോലെ ഒരു റമസാനിലായിരുന്നു. ആത്മീയമായ പുതുജീവൻ പ്രാപിക്കാനുള്ള ഈ ഒരു വസന്തകാലത്തെ വിശ്വാസികൾ നെഞ്ചോട് ചേർക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ റമസാനിൽ ആ വസന്ത അനുഭവിക്കാനും പരിമളം ആസ്വദിക്കാനും എല്ലാ മുസ്ലിം വിശ്വാസികൾക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, പരിശുദ്ധ റമളാനിൻ്റെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലും ആവേശത്തിലുമാണ്. പരിശുദ്ധ റമളാൻ സമാഗതമാകുമ്പോൾ ഏതൊരു വിശ്വാസിക്കും അത് മനസ്സിനെ കുളിർമയാക്കുന്ന വലിയ സന്തോഷമാണ്. അവരുടെ വീടുകൾ വൃത്തിയാക്കിയും കടങ്ങൾ വീട്ടിയും ബാധ്യതകൾ പൂർത്തീകരിച്ചും എല്ലാ രീതിയിലും സാമ്പത്തിക ശാരീരിക ശുദ്ധി നേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയ ഈ മാസത്തെ സ്വീകരിക്കുന്നതിൽ വിശ്വാസികൾ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. പരിശുദ്ധ റമളാൻ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന, എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മാസമായി മാറിയിട്ടുണ്ട്. പരിശുദ്ധ റമളാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, മനുഷ്യൻ അവൻ തോന്നിയതുപോലെ മൃഗങ്ങളെപ്പോലെ തിന്മകൾ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടാനുസരണം ജീവിക്കേണ്ടവനല്ല, സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടവനാണ്. സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ വികാരങ്ങൾ അടക്കി വെച്ചുകൊണ്ട് വികാരങ്ങളുടെ മേൽ ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നത്. ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നോമ്പ് അഥവാ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് അയാളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കുറയും. ഭക്ഷണം കഴിച്ച ഒരു അവസരത്തിലുള്ള ഒരു മാനസികാവസ്ഥയല്ല ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് ഒരാൾക്കുണ്ടാവുക. അവൻ തിന്മകളിൽ നിന്നും പരമാവധി മാറി നിന്നുകൊണ്ട് നന്മകളിലേക്ക് കൂടുതൽ അടുക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു മാനസികമായ ശുദ്ധി മനുഷ്യന് ലഭിക്കാൻ വേണ്ടിയാണ്, 11 മാസത്തെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റമളാൻ 12 മാസത്തിൽ 9ാമത്തെ മാസമായ പരിശുദ്ധ റമളാനിലെ വ്രതം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ആ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ ബാക്കിയുള്ള 11 മാസവും നല്ലവനായി ജീവിക്കാൻ, നല്ല സ്നേഹത്തോടെ എല്ലാവരോടും സൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള മാനസികമായൊരു ശക്തിയും ശേഷിയും നേടിയവനായി മാറും എന്നത് യാഥാർത്ഥ്യമാണ്. ഏതൊരു വസ്തുവിനും നമ്മൾ അതിനെ ക്ലിയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വാഹനമായാലും നമ്മുടെ വീടായാലും അതൊക്കെ നമ്മൾ ഭംഗിയാക്കും. അതുപോലെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി നല്ല ഒരു രൂപത്തിലാക്കുവാനുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമളാൻ മാസം എന്ന് പറയുന്നത്. ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ സകല ധർമ്മങ്ങളും നന്മകളും ചെയ്യുവാൻ വേണ്ടി കൂടി
പരിശുദ്ധ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ദാനധർമ്മത്തിൻ്റെ ഒരു മാസമായി കണക്കാക്കാറുണ്ട്. ദാനധർമ്മങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി നാടുകളിലൂടെയും വീടുകളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ മാസം കൂടുതൽ മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ദാനധർമ്മം ചെയ്യൽ പുണ്യമാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുകൊണ്ട് ഈ ഒരു മാസം കൂടുതൽ ദാനധർമ്മം എല്ലാവരും ചെയ്യുന്നത് കൊണ്ടും അത് സ്വീകരിക്കാൻ വേണ്ടി ആളുകളുടെ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, പള്ളിയിൽ പോയി വചനം ഇരിക്കുക, തൻ്റെ സഹോദരൻ്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക, അവനെ സന്തോഷിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെ ഈ മാസത്തിലെ പ്രത്യേകമായ പുണ്യങ്ങളാണ്. ഇതിലൂടെയൊക്കെ അവൻ നേടിയെടുക്കുന്നത് ഒരു നല്ല മനുഷ്യനായി മാറുക എന്നാണ്. തിന്മയിൽ നിന്നും പാടെ വിരമിച്ച് അതൊക്കെ ഒഴിവാക്കി നല്ലൊരു മനുഷ്യനായി എല്ലാവരോടും സ്നേഹത്തോടെ വർത്തിക്കുന്ന ഒരു മനുഷ്യനായി മാറുക എന്നതാണ് ഈ നന്മകളൊക്കെ ചെയ്യുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഈ ഒരു പരിശുദ്ധ റമളാൻ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.